ഹായ് എവരിവൺ. മറ്റൊരു ജൂൺ 14 കൂടി എത്തിയിരിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് ജൂൺ 14 എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വരിക സുശാന്ത് സിംഗ് രാജ്പൂത് തന്നെയാണ്. അതിലൊരിക്കലും ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ആ ന്യൂസ് അറിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാരണം ജൂൺ 14 എന്ന് വരുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരിക അതാണ്. സുശാന്ത് സിംഗ് രാജ്പൂത് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു ആക്ടേഴ്സിൽ ഒരാളായിരുന്നു. ആസ് എ ഹ്യൂമൻ ബീയിങ് ഒക്കെ എനിക്ക് പിന്നീടാണ്, മരണത്തിന് ശേഷമാണ് ഓരോ റീൽസ് ആയിട്ടും അല്ലെങ്കിൽ മറ്റ് പല പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെയാണ് മനസ്സിലായത് അത്രയും നല്ലൊരു ഹ്യൂമൻ ബീയിങ് കൂടി ആയിരുന്നു പുള്ളി എന്നുള്ള കാര്യം. സത്യത്തിൽ ഞാനൊരു കടുത്ത MS ധോണി ആരാധകനാണ്. പണ്ട് മുതലേ, ചെറുപ്പം മുതലേ MS ധോണി, ഇപ്പോഴും എന്നും MS ധോണി ആരാധകനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ MS ധോണി ദി അൺടോൾഡ് സ്റ്റോറി എന്ന് പറഞ്ഞ മൂവി ഞാൻ കാണുമ്പോഴാണ് എനിക്ക് സുശാന്ത് സിംഗ് രാജ്പൂത് എന്ന ആളെ ഞാൻ ആദ്യമായിട്ട്, അതിനു മുമ്പ് PK വന്നിട്ടുണ്ടെങ്കിലും PK അതിനു മുമ്പ് കണ്ടിട്ടുള്ള സിനിമയാണെങ്കിൽ ഞാൻ അത്ര നോട്ട് ചെയ്തിരുന്ന ഒരു ക്യാരക്ടർ ഒന്നും ആയിരുന്നില്ല. സുശാന്ത് ആണെന്ന് പിന്നീട് അത്രയ്ക്ക് അങ്ങോട്ട് നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ MS ധോണിയിലാണ് സത്യത്തിൽ MS ധോണി ദി അൺടോൾഡ് സ്റ്റോറി എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടി പുള്ളി ജനിച്ച പോലെ എനിക്ക് തോന്നി. പുള്ളി മരണത്തിന് ശേഷം പുറത്തു വന്ന വാർത്തകൾ പലരും പറയുന്നു പുള്ളി കൊലപാതകമാണ്, പലരും പറയുന്നു സൂയിസൈഡ് ആണെന്ന്. ഐ തിങ്ക് ഇതൊരു സൂയിസൈഡ് തന്നെയാണ്. പക്ഷെ സൂയിസൈഡിനേക്കാൾ അതിലേക്ക് നയിക്കുന്ന കുറെ കാരണങ്ങളുണ്ടല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പല പ്രമുഖരൊക്കെ അകത്താവേണ്ടതാണ്. പലരെയും അന്ന് ക്വസ്റ്റ്യൻ ചെയ്തു. അതിന്റെയൊക്കെ ഭാഗമായിട്ട് കുറെ ഡ്രഗിന്റെ കേസുകളൊക്കെ കുറെ പിടിച്ചല്ലോ. കുറെ ഇമ്പാക്റ്റ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് അന്നേ ഉണ്ടായി. അത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഖാൻമാരും കപൂർമാരൊക്കെ അടക്കി വാഴുകൊണ്ടിരിക്കുന്ന ബോളിവുഡിലേക്ക് മറ്റൊരാളായിട്ട് സുശാന്ത് സിംഗ് വരുന്നു. നല്ല ആക്ടിങ്, എന്താ പറയാ, ഒരു ഭയങ്കര നാച്ചുറൽ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ആയിരുന്നു. പുള്ളിക്ക് മീതെ വേറൊരാൾ ഉണ്ടായിരുന്നു ചോദിച്ചാൽ മരണത്തിന് ശേഷമായിരിക്കും പുള്ളിനെ കൂടുതൽ ആൾക്കാരും കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുക. ഇന്നാണെങ്കിലും രാമായണ പോലത്തെ പല മൂവീസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ ഇന്ന ക്യാരക്ടർ സുശാന്ത് ചെയ്ത നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പല പോസ്റ്റേഴ്സ് ഒക്കെ കാണാം. ഇന്നും സുശാന്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ധാരാളം സിനിമകളിൽ, ധാരാളം എന്ന് പറഞ്ഞാൽ സിനിമയുടെ, പുള്ളി മരിക്കുന്ന സമയത്ത് ഒരു സിനിമയുടെ പാറ്റേൺ ഒന്നും അല്ലല്ലോ ഇപ്പൊ പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷയിലുള്ള ആൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടും ആ രീതിയിൽ പോകുന്ന ഒരു സെറ്റപ്പ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ സുശാന്തിനെ ഇനി ബോളിവുഡിലെ ആൾക്കാർ ഇനി തരം താഴ്ത്തിയാലും മറ്റുള്ള സ്ഥലങ്ങളിലെ പുള്ളി അങ്ങനെ ഉയർന്നു വരാനും അതുവഴി ബോളിവുഡിലെ മികച്ചൊരു താരങ്ങളിൽ ഒരാളായിട്ട് മാറാനൊക്കെ ഒരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണല്ലോ. ഏറ്റവും വലിയ കാര്യം ദിൽ ബേച്ചാര എന്ന് പറഞ്ഞ മൂവി പുള്ളിയുടെ മരണശേഷമാണ് പുറത്തിറങ്ങിയത്. ആ മൂവിയിൽ പറയുന്ന കാര്യം സൂയിസൈഡ് ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ അതിന്റെ നേരെ ഉൾട്ടയായിട്ട് പുള്ളിയുടെ ജീവിതത്തിൽ ഉണ്ടായി. സൂയിസൈഡ് അല്ലെങ്കിൽ ഒന്നിനും ഒരു പരിഹാരം ഒന്നല്ല. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ചില സമയം നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ചില സമയത്ത് നമുക്ക് ജീവിതം നിർത്തിപ്പോയാലെന്ന് വരെ തോന്നും. അതിന്റെ യാതൊരുവിധ ആവശ്യമില്ല. നമുക്കറിയില്ല ഇന്ന് കഴിഞ്ഞ നാളെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പോസിറ്റിവിറ്റിയിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിച്ചു പോകുന്ന ഒരു സംഭവമുണ്ട്, അതാണ്. എന്തായാലും സുശാന്ത് സിംഗ് എന്ന് പറയുമ്പോൾ എന്നൊരു വേദന തന്നെയാണ്. ഇടയ്ക്ക് ഞാൻ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറി നോക്കുകയൊക്കെ ചെയ്യും. പുള്ളിയുടെ പോസ്റ്റ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്നും കൂടി പോയി നോക്കുകയൊക്കെ ചെയ്യും. അതിലിപ്പോഴും കമന്റ്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്നുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും അധികം നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ഒരുപക്ഷെ സാധിക്കുമായിരുന്ന ഒരു ആക്ടർ ഉള്ള സമയത്ത് തന്നെ പുള്ളി നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുള്ള വർക്ക്സ് ഒക്കെ അത്രയും അടിപൊളിയാണ്, ഭയങ്കര നാച്ചുറലാണ്. പിന്നെ ആസ് എ ഹ്യൂമൻ ബീയിങ് പുള്ളിയുടെ ഓരോ റീൽസ് ഒക്കെ കാണാറുണ്ടല്ലോ, എത്ര പേരെ സഹായിക്കുന്നു. കേരളത്തിന് വേണ്ടിയിട്ട് ഫ്ലഡ് വന്ന സമയത്ത് 1 കോടി രൂപ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ ആസ് എ ഹ്യൂമൻ ബീയിങ്ങും പുള്ളി ഒരു അടിപൊളി ആളായിരുന്നു. പുള്ളി ഒരിക്കലും അറിയിച്ച ജീവിതമായിരിക്കില്ല ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ അതിനുവേണ്ടി പുള്ളി കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു. സുശാന്ത് സിംഗിന് പകരം വെക്കാനൊന്നും അങ്ങനെ ആൾക്കാരില്ല. പുള്ളി ഒരു വേറെ ടൈപ്പ് ഓഫ് ആൾ തന്നെയായിരുന്നു. പുള്ളി എല്ലാം കൊണ്ടും മികച്ച ആളായിരുന്നു. പുള്ളിയുടെ കരിയർ ആയിക്കോട്ടെ, പുള്ളിയുടെ അക്കാദമിക് കരിയർ ആയിക്കോട്ടെ, എല്ലാത്തിലും ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, ഫിസിക്സിലൊക്കെ ഉണ്ട് പുള്ളി. ആസ്ട്രോണമി, ഫിസിക്സിൽ എന്തൊക്കെ കുറെ നേട്ടങ്ങളുണ്ട് പുള്ളിക്ക്. എല്ലാം കൊണ്ടും പുള്ളി പെർഫെക്റ്റ് ആയിരുന്നു. എവിടെയോ എന്തൊക്കെയോ ആരൊക്കെ പുള്ളിയെ തളർത്തി. എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കഴിവുണ്ടോ ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കപ്പെട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. ഒരു നാൾ അത് അംഗീകരിക്കപ്പെടുന്നുള്ള വിശ്വാസം തന്നെ മുന്നേറുക. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ഒരു നാൾ വരും, വൺ ഡേ എന്നുള്ള ഇപ്പൊ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് വൺ ഡേ എന്നായിരിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. ചില സമയത്ത് അത്രയും മൈൻഡൊക്കെ അത്രയും തളർന്നു പോകും.
പക്ഷെ ഒരിക്കലും അവിടെ നിൽക്കരുത്. ജീവിതം അവസാനിപ്പിക്കാനും തോന്നരുത്. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക, പിന്നെയും തുടങ്ങുക. റീസ്റ്റാർട്ട് എന്ന് പറയില്ലേ, അവിടെ 12th ഫെയിലിൽ പറയുമ്പോൾ റീസ്റ്റാർട്ട്, വീണ്ടും വീണ്ടും തുടങ്ങിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും നമ്മുടെ ഒരു എയിമിൽ നമ്മൾ എത്തിച്ചേരും എന്നുള്ള വിശ്വാസം തന്നെ ജീവിക്കുക. ഇന്നത്തെ ദിവസം എന്നും ഈ ജൂൺ 14 എന്ന് പറഞ്ഞാൽ ഒരു എന്തോ പോലെയാണ്, ഒരു ഡാർക്ക് ഡേ പോലെയാണ്. അറിയാതെ ഇങ്ങനെ ഓർമ്മ വരും. എന്റെ ഫീൽഡിലൊക്കെ സുശാന്ത് സിംഗ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പുള്ളീനെ. ഓക്കെ ഗൈസ്, ബൈ.